നമുക്ക് ഇന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാം. നല്ല രുചിയും മണവും നിറമൊക്കെ ഉള്ള ഒരു സാമ്പാർ പൊടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ വെറുതെ മാരകമായിട്ടുള്ള വിഷങ്ങളെല്ലാം ചേർത്തിട്ടുള്ള സാമ്പാർ പൊടികളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്കിത് ഇങ്ങനെ ഒരു പൊടി വീട്ടിലുണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളി കിടിലൻ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു പൊടി ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അത്. ഇതിൻ്റെ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇതായിരിക്കും. ഈ പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളത്. പരിപ്പൊന്നും ചേർക്കാതെ, വേറെ എക്സ്ട്രാ മല്ലിപ്പൊടിയോ കായം പൊടിയോ ഒന്നും ചേർക്കാതെ ഈ പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് തന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വലിയതാണ് കാണുന്നതാണ് ടേബിൾ സ്പൂൺ, ഇതാണ് ചെറുതാണ് ടീസ്പൂൺ എന്ന് പറയുന്ന അളവ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അളന്നിട്ട് എടുക്കുക, ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുപോലെ നിറച്ചെടുക്കരുത്. അതിപ്പോൾ കടലപ്പരിപ്പാണ്, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ പരന്നിങ്ങനെ ഇരിക്കണം, ഹീപ്പാക്കിയിട്ട് ഇടരുത്, നിറച്ചിടരുത്. നമ്മൾ നിറച്ചെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഹീപ്പ്ഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നിറച്ചിട്ടെടുക്കാം. അല്ല വെറും ഒരു ടേബിൾ സ്പൂൺ വെച്ചാൽ അതുപോലെ തന്നെ പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒപ്പം തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരി, സാധാരണ ദോശരിയോ ഇഡ്ഡലി അരിയോ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ സാമ്പാർ പരിപ്പാണ് കേട്ടോ. നമ്മുടെ സാധാരണ നമ്മൾ സാമ്പാറിലേക്ക് എടുക്കുന്ന പെട്ടെന്ന് വേവുന്ന തരം പരിപ്പുണ്ട്, അത് സാമ്പാർ പരിപ്പാണ്, തോരപ്പരിപ്പ് എടുത്തേക്കണത്. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എല്ലാത്തിൻ്റെയും കണക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം, കാരണം ഇത് പുറമേ നിന്ന് മേടിച്ച പാക്കറ്റിലത്തെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പാനൊന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ ആദ്യം തന്നെ. അതൊന്ന് ചൂടായിരിക്കണം ഇത് കഴുകിയെടുക്കുമ്പോഴേക്കും. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. അതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. 2 വട്ടം ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കുതിരാണ്ട് തന്നെ പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് ചൂടുള്ള ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിയുന്ന വരെ ഒന്ന് ഹൈ ആക്കി വെച്ച് കൊടുത്താൽ മതിയോ. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെള്ളമുള്ള കാരണം നമുക്ക് ഒട്ടി പിടിക്കും, ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പരിപ്പൊക്കെ നന്നായിട്ട് ഇളക്കി തന്നെ ഇതുപോലെ ഉരച്ച് അതൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കണമെങ്കിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും, പിന്നെ ഇളക്കാൻ നല്ല സുഖമായിരിക്കും. ഈ സമയത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇളക്കാൻ നല്ല സുഖമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഉടനെ തന്നെ ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അതുപോലെ ഒരു ബ്രൗൺ കളർ ഇതുപോലെ വരണം കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ വരണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പൊടിച്ച് കഴിഞ്ഞ് സാമ്പാറിലേക്ക് ഇടുമ്പോൾ ആ പച്ചക്കുത്തില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എണ്ണയൊന്നും തൊടരുത് കേട്ടോ. മറ്റേ നേരത്തെ ഇതിലൊന്നിലും നമ്മൾ എണ്ണ തീരെ ഉപയോഗിക്കണേ ഇല്ല. എണ്ണയൊന്നും ചേർക്കാതെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ കടുകും ഉലുവയും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരുന്നത് പോലെ ഉലുവയൊക്കെ ഒരു ബ്രൗൺ കളറായി തന്നെ വരണം, നല്ല മണമൊക്കെ വരും. ഇനി ഇതും നമുക്ക് അതിൻ്റെ ഒപ്പം അതേ പ്ലേറ്റിലേക്ക് തന്നെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം, ചൂടാറാനായിട്ട് വെക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് മല്ലി, ഇവിടെ ഞാൻ മുഴുവൻ മല്ലി 6 ടേബിൾ സ്പൂൺ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെയിലൊക്കെ അല്ലേ, അപ്പോൾ ബൾക്കായിട്ട് തന്നെ കഴുകി ഉണക്കി വെക്കാറുണ്ട്. പിന്നെ 2 വലിയ കതിര് വേപ്പിലയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഞാനിവിടെ ഈ വറ്റൽമുളക് കൂടാതെ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലിയുടെ. അത് നമ്മൾ പൊടിയായിട്ടാണ് ചേർക്കുന്നത്, ഇപ്പോഴല്ല. പിന്നെ മിക്സ് ചെയ്യുമ്പോഴും അല്ല ചേർക്കണത്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. മുളകൊക്കെ കണ്ട നല്ല ബ്രൗൺ കളറായിട്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയും അതെ നല്ല കളർ വ്യത്യാസമായി വന്നിട്ടുണ്ട്. വേപ്പിലയൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊരിച്ചിട്ട് അതേ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സി ജാറിലൊക്കെ ഇട്ട് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ആദ്യം പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, നല്ല എരിവ് വേണം എന്നുള്ളവർക്ക്, സാമ്പാറിൽ ചിലർക്ക് നല്ല എരിവ് വേണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ 15 എണ്ണം വരെ വറ്റൽമുളക് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം പാകത്തിനുള്ള എരിവൊന്നും അധികം ഇല്ല, ഒരു സാധാരണ ഒരു എരിവാണ് ഉള്ളത്. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്കിവിടെ 5 ടീസ്പൂൺ ഞാനിവിടെ ഹീപ്പാക്കിയിട്ടാണ് നിറച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ടീസ്പൂൺ തന്നെ, ടീസ്പൂണാണ് കേട്ടോ, നിറച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒപ്പം തന്നെ നമ്മൾ ചേർക്കണത് 5 ടീസ്പൂൺ തന്നെ നിറയ്ക്കാത്ത സാധാരണ 5 ടീസ്പൂൺ
കായം പൊടിയാണ് നമ്മളിവിടെ ചേർക്കണത്. അങ്ങനെ ചേർത്തിട്ടിട്ട് ഇത് മിക്സി ജാറിലിട്ടിട്ട് മറ്റേ പൊടിയുടെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെ മിക്സാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ വേറെ തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് നമ്മൾ ടീസ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ആ പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സ്റ്റൈലിൽ തന്നെ നമ്മൾ മിക്സാക്കിയാൽ മതി. മിക്സി ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കരുത്. അപ്പോൾ അതാ നല്ലൊരു കളറും കൂടി കിട്ടും നമ്മൾ ഈ കാശ്മീരി ചില്ലി ഇങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇവിടെ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ പൊടിയാണ്. ഇത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് സാമ്പാറിൽ ചേർക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇത് അധികം വലിയ അളവൊന്നുമില്ല. അപ്പോൾ കുറച്ചേ ഉള്ളൂ. ഈ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ സാമ്പാർ. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.